തങ്കഅങ്കിപ്രഭയിൽ ശബരിമലയിൽ ദീപാരാധന നടന്നു. നാളെയാണ് മണ്ഡലപൂജ. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, തങ്കഅങ്കിപ്രഭയിലാണ് സന്നിധാനം. എങ്ങനെയാണ് ചടങ്ങുകൾ? മറ്റു വിവരങ്ങൾ എന്താണ്? ഫിജി, ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് ശബരിമല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 6:40 തങ്കഅങ്കി ഘോഷയാത്ര 18-ാം പടി കയറി കൊടിമരത്തിന്റെ ചുവട്ടിലെത്തി. കൊടിമരത്തിന്റെ ചുവട്ടിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും ദേവസ്വം ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തങ്കഅങ്കി ഘോഷയാത്രയെ സ്വീകരിച്ചു. തുടർന്ന് ശ്രീകോവിലിനുള്ള അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കഅങ്കി ചാർത്തി മഹാദീപാരാധന നടന്നു. തുടർന്ന് ഭക്തർക്ക് 18-ാം പടി വഴി പ്രവേശനം നൽകി കഴിഞ്ഞു. ഭക്തർ തങ്കഅങ്കി ചാർത്തിയ അയ്യപ്പ വിഗ്രഹം കണ്ട് സായുജ്യമടങ്ങിയാണ് ഇപ്പോൾ മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ 10:30-നും 11:30-നും ഇടയിലാണ് ശബരിമലയിൽ മണ്ഡലമാസ പൂജ നടക്കുക. അതിനുശേഷം രാത്രി 10:50 ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ ഈ വർഷത്തെ മണ്ഡലമാസ പൂജകൾക്ക് സമാപനം കുറിക്കും. തുടർന്ന് ഡിസംബർ 30-ന് വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. മകരമാസ പൂജകൾക്കായി നട തുറക്കും. ജനുവരി 15-നാണ് ഇത്തവണത്തെ മകരവിളക്ക് മഹോത്സവം. എന്തായാലും ശബരിമല സന്നിധാനത്തെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 18-ാം പടിക്ക് താഴെയും വലിയ നടപ്പന്തലിലും ശരണവഴികളിലുമെല്ലാം തന്നെ ഭക്തരുടെ നീണ്ട നിര നമുക്ക് ദർശിക്കാൻ കഴിയും. ഇന്ന് വൈകിട്ട് നട തുറന്നത് അല്പം വൈകിയാണ്. സാധാരണഗതികളിൽ 3 മണിക്കായിരുന്നു നട തുറക്കാറുള്ളതെങ്കിൽ ഇന്നത് വൈകിട്ട് 5 മണിക്കാണ് നട തുറന്നത്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭക്തരുടെ നിര ഇപ്പോൾ ശരംകുത്തിയിലും അപ്പാച്ചിമേട്ടിലും അടക്കം ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. പമ്പയിലും ഭക്തരുടെ വലിയ തിരക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഭക്തരെല്ലാം തന്നെ തങ്കഅങ്കി ചാർത്തി അയ്യപ്പ വിഗ്രഹം കണ്ട് തങ്ങളുടെ സന്തോഷവും സങ്കടവും എല്ലാം അയ്യപ്പന്റെ തിരുമുമ്പിൽ പങ്കുവെച്ചുകൊണ്ടാണ് സന്നിധാനത്തുനിന്നും ഇപ്പോൾ മടങ്ങുന്നത്. ഫിജി. ശരി നിതിൻ, തങ്കഅങ്കിപ്രഭയിൽ ശബരിമല.